പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ്. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു വലിയ കുറവായിട്ടാണ് അവർ കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ഒരു ഡോക്ടറെ കണ്ട് നല്ല രീതിയിൽ ഒന്ന് ചികിത്സ എടുക്കാനോ പലർക്കും മടിയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഉദ്ധാരണ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ ഈ ഒരു 6 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മരുന്നില്ലാണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. ഉദ്ധാരണക്കുറവ് വരാൻ പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും കൂടുതലായിട്ടും ഉണ്ടാവുന്ന ഒരു കാരണമാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി. ഈ ഒരു മാനസിക സമ്മർദ്ദം പല രീതിയിലുള്ളതാവാം. ചിലപ്പോൾ അത് ജോലി സംബന്ധമായിട്ടുള്ളതാവാം, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവുന്ന സ്ട്രെസ്സ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് ഞങ്ങൾ പറയും. കല്യാണം കഴിഞ്ഞ ഉടനെ പുരുഷന്മാരിൽ കാണുന്ന ഈ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് തനിക്ക് നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നില്ല ഒരു സ്ട്രെസ്സ് കൊണ്ടാവാം. എന്തുകൊണ്ടായാലും സ്ട്രെസ്സാണ് ഈ ഒരു ഉദ്ധാരണ പ്രശ്നം ഉണ്ടാവാനില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജീവിതത്തിൽ നിന്ന് ആദ്യം തന്നെ ഈ ഒരു സ്ട്രെസ്സിനെ മാറ്റാനുള്ള മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉദ്ധാരണത്തിന് ഒരു പരിധി വരെ, ഉദ്ധാരണ പ്രശ്നത്തിന് ഒരു പരിധി വരെ മാറ്റി നിർത്താനും സാധിക്കും. ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി മാറ്റാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പങ്കാളിയുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ തുറന്ന് പറയാൻ ശ്രമിക്കണം, ഫോർപ്ലേക്ക് കൂടുതൽ സമയം കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി കുറേ ഏറെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ പുരുഷന്മാരുടെ ഇടയിൽ ഫ്രണ്ട് സർക്കിളിൽ ഇവർ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കൂടുതൽ സമയം കിട്ടുന്നു, ഒരാൾക്ക് കുറവ് സമയം കിട്ടുന്നു, അങ്ങനെയുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ ഈ ഒരു കമ്പാരിസൺസ് വരുമ്പോൾ ആളുകൾ ഇപ്പോൾ കുറവ് സമയമില്ല ആളുകൾക്ക് ടെൻഷനായി തുടങ്ങും. അപ്പോൾ ഈ ഒരു കമ്പാരിസൺസ് പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണെങ്കിലും ഇത് മാറ്റി നിർത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ വർക്ക് ഷെഡ്യൂള് ശരിയായ രീതിയിൽ കൊണ്ടുപോവുക. ഈ ജോലിയിലുള്ള സ്ട്രെസ് വീട്ടിലേക്ക് എടുക്കരുത്, പ്രത്യേകിച്ച് അത് ബെഡ്റൂമിലേക്ക് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പിൽ വരുന്ന സ്ട്രെസ് ആണെങ്കിൽ ഭാര്യയുമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മനസ്സ് റെഡി ആയാൽ മാത്രമേ ഉള്ളൂ ശരീരം കൊണ്ടും ഈ ഒരു ഉദ്ധാരണം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുള്ളൂ. ജീവിത രീതിയിൽ ആദ്യത്തെ ഒരു മാറ്റം വരുത്തേണ്ടത് ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കുക എന്ന് തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു ഉദ്ധാരണ പ്രശ്നം ഉണ്ടാവാൻ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. പല ആളുകളും പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഇവർക്കില്ല. രാത്രി ഏറെ വൈകിയില്ല ഉറക്കം, രാവിലെകളിൽ ഏറെ വൈകി എണീക്കുക, ഇങ്ങനത്തെ ഒരു രീതിയാണ് പലരും നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇത് ഉദ്ധാരണത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ ഒരു ലേറ്റായിട്ട് ഉറങ്ങുന്ന ശീലം മാറ്റിയെടുക്കണം എന്നാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപാദനം കുറയും.
ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ധാരണത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയം പറയുകയാണെങ്കിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 3 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉദ്ധാരണത്തിനെ ബാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാത്രി വൈകി ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നതാണ്. മൂന്നാമതായി കൂടുതലായിട്ട് പുകവലി, മദ്യപാനം അല്ലെങ്കിൽ പോൺ വീഡിയോസ് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് പുകവലി ചെയ്യുന്ന ആളുകളുടെ ശരീരത്തിൽ നിക്കോട്ടിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ നിക്കോട്ടിന് ലിംഗത്തിലേക്കില്ല രക്തക്കൊഴലുകൾ വളരെ നേരിയ രക്തക്കൊഴലുകളാണ്. ഈ രക്തക്കൊഴലുകളെ ചുരുക്കിക്കളയും. ചുരുങ്ങുന്നത് കൊണ്ട് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയും. അത് ഉദ്ധാരണത്തിന് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അമിതമായിട്ട് സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കൂടുതലായിട്ട് മദ്യപാനം ഇല്ല ആളുകളിലാണെങ്കിൽ മദ്യം ഒരു ഡിപ്രസൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ സിഗ്നൽസ്, ബ്രെയിനിൻ്റെ ആക്ഷന് ഇത് കുറക്കും. മദ്യം കഴിക്കുന്നത് കൊണ്ട് സെക്ഷൽ ഡിസയർ, അതായത് ലൈംഗിക താല്പര്യം കൂടുതലാണെങ്കിലും ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നൽസ്, ലിംഗത്തിലേക്ക് എത്തിക്കേണ്ട സിഗ്നൽസ് വളരെ കുറവായിരിക്കും. അത് കാരണം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനും ഉദ്ധാരണത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അമിതമായിട്ട് മദ്യപാനം ഇല്ല ആളുകളിൽ ഈ ഒരു ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൂടുതലായിട്ട് ഈ ഒരു മദ്യപാനം ഒഴിവാക്കണം. പോൺ വീഡിയോസ് കണ്ടിട്ട് കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ആളുകളിലും ഇതുപോലെ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു പോൺ വീഡിയോസ് കൂടുതലായിട്ട് കാണുമ്പോൾ ഒരു ഹൈ സ്റ്റിമുലസ് ആണ് ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഡോപ്പമൈൻ്റെ ലെവല് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു നോർമലായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത്രയും ഒരു ഡോപ്പമൈൻ്റെ ലെവല് ഉൽപാദനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്ത ശീലമില്ല ആളുകൾക്ക്, അല്ലെങ്കിൽ പോൺ വീഡിയോസ് കണ്ട് സ്വയംഭോഗം ചെയ്ത് ശീലമില്ല ആളുകൾക്ക് നോർമൽ ഒരു സെക്സിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സ്റ്റിമുലസ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ഇത് പതിയെ പതിയെ ഈ ഒരു ഉദ്ധാരണ പ്രശ്നത്തിലേക്കെല്ലാം എത്തിക്കുന്നതാണ്. അപ്പോൾ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കൂടുതലായിട്ട് ഈ ഒരു മദ്യപാനം അല്ലെങ്കിൽ കൂടുതലായിട്ട് പുകവലി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു പോൺ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. നാലാമതായിട്ട് ഈ ഒരു ഉദ്ധാരണ പ്രശ്നമില്ല ആളുകൾ ചെയ്യേണ്ട കാര്യം നല്ല ഹെൽത്തി ഫുഡ് നിങ്ങളുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താനും കൂടുതലായിട്ട് ഷുഗർ കണ്ടന്റ് ഇല്ല ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് ജങ്ക് ഫുഡുകൾ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ധാരണം ശരിയായ രീതിയിൽ നടക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തരം ഇലക്കറികൾ, പച്ചക്കറികൾ, ചീര, മുരിങ്ങ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ, നെല്ലിക്ക എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് എല്ലാത്തരം മീനുകളും, ചെറുമീനുകൾ, അയില, മത്തി എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉദ്ധാരണം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനും സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഉദ്ധാരണ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഫ്രൂട്ട്സും പച്ചക്കറികളും നട്ട്സും പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ജങ്ക് ഫുഡുകൾ, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. അഞ്ചാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡെയിലി ഒരു ചെറിയ തോതിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു 30 മിനിറ്റിൽ താഴെ ഡെയിലി നടക്കാനോ യോഗ പോലെയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും
എന്തെങ്കിലും ചെയ്യാനും നല്ല ഒരു ജീവിത രീതി നിലനിർത്തി കൊണ്ടുപോവാനും ശ്രദ്ധിക്കണം. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കെഗൽ എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കാൻ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ മൂത്രമൊഴിക്കുന്ന ഇടയിൽ മൂത്രത്തിനെ പിടിച്ചു നിർത്തുമ്പോൾ അടിഭാഗത്തിലെ മസിൽസ്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസ് ഇറുകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഈ ഒരു മസിൽസിനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇറുക്കി പിടിക്കുക. 10 സെക്കൻഡിന് ശേഷം ഇത് റിലാക്സ് ചെയ്യുക, വീണ്ടും ഇത് ഇറുക്കി പിടിക്കുക, വീണ്ടും റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഒരു സെറ്റായിട്ട് ഡെയിലി 3 പ്രാവശ്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. പതിയെ പതിയെ ഈ ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന 10 സെക്കൻഡ് സമയം 15 സെക്കൻഡ് ആക്കാം. ഈ ഒരു 10 പ്രാവശ്യം ചെയ്യുന്നത് 12 പ്രാവശ്യം ആക്കാം. ഇങ്ങനെയെല്ലാം ചെയ്ത് ഇത് തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഉദ്ധാരണ പ്രശ്നം, ശീഘ്രസ്ഖലനം, പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുണ്ടാവുന്ന മൂത്രശങ്ക, മൂത്രം ഒഴിക്കുമ്പോഴുണ്ടാകുന്ന കടച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. ഈ ഒരു 6 കാര്യങ്ങൾ, ഈ ഒരു 6 മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ ഈ ഒരു ഉദ്ധാരണ പ്രശ്നം ഒരു പരിധി വരെ മരുന്നില്ലാണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.